Hello everyone, this is Sujit Bhaktan from Tech Travel Eat and ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഗോവയിലെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ബീച്ചാണ്. ദിസ് ഇസ് അഗോണ്ട ബീച്ച് ആൻഡ് ഇറ്റ്സ് വെരി നിയർ ടു പാലളം ബീച്ച്. അഗോണ്ട ബീച്ച് ഈസ് ആക്ച്വലി ഫേമസ് ഫോർ ബീച്ച് സ്റ്റേ. നിങ്ങൾക്ക് കാണാം ഇവിടെ ധാരാളം ഹട്ട്സ് ഉണ്ട്. ബീച്ച് വളരെ ശാന്തമാണ്, അധികം ആൾക്കാരും ധാരാളം ബീച്ച് സ്റ്റേസ് ഇവിടെ അവൈലബിൾ ആണ്. So if you are looking for a perfect and peaceful beach stay, this is the best beach in Goa for you. നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ബീച്ച് വ്യൂ കണ്ടിട്ട് താമസിക്കാനാണെങ്കിൽ നിങ്ങൾ അഗോണ്ട ബീച്ചിൽ വന്നാൽ മതി. വേറെ എങ്ങും പോകരുത്. വളരെ പീസ്ഫുൾ ആയിട്ട് ഏരിയയിൽ സമാധാനപൂർവ്വം നമുക്ക് 1-2 ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് അഗോണ്ട ബീച്ച്. ആൻഡ് സീരിയസ് ഈ ഹട്ട്സ് ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കടൽ കാറ്റും കൊണ്ടൊരു സായാഹ്നം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഓസം. അഗോണ്ടയിൽ ധാരാളം ഹോട്ടലുകളും ഗസ്റ്റ് ഹൗസുകളും ബീച്ച് ഹട്ടുകളും ഒക്കെ ലഭ്യമാണ്. പ്രത്യേകിച്ചും അഗോണ്ടയിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ബീച്ചിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു ഹട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ട്രിപ്പ് അഡ്വൈസർ എന്ന സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ ഹോട്ടൽസും ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. മെജോറിറ്റി ഹോട്ടൽസിന് നമുക്ക് ഈ ക്ലിയർ ട്രിപ്പ്, ഗോവ ബീപ്പോ പോലുള്ള ഇന്ത്യൻ സൈറ്റുകളിൽ ഈ കൂടുതലും ഈ പറഞ്ഞ സംഭവങ്ങളിലൊന്നും അധികം ബുക്കിംഗ്സ് അവൈലബിൾ അല്ല. കാരണം ഇവര് മിക്ക ആൾക്കാരും ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ എടുക്കുന്നതും അതേപോലെ ഫോറിനേഴ്സിനെയാണ് കൂടുതലായിട്ട് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ agoda.com, booking.com തുടങ്ങിയ സൈറ്റുകളിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സാമി ഹട്ട്സിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ സാമി ഹട്ടിന്റെ മുമ്പേ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് ധാരാളം ബ്യൂട്ടിഫുൾ റിസോർട്ട്സ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റുകളിൽ കയറി ബുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ ട്രിപ്പ് അഡ്വൈസറിൽ നോക്കിയിട്ട് ഇവരുടെ പേര് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും ട്രാവൽ പോർട്ടലുകളിൽ പോയിട്ട് ബുക്കിംഗ് അവൈലബിൾ ആണെങ്കിൽ നോക്കി ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ്. ഗോവയിലെ എല്ലാ ബീച്ചുകളിലും വളരെയധികം ടൈറ്റ് സെക്യൂരിറ്റീസ്, അതായത് സേഫ് ഗാർഡുകൾ ധാരാളം അവൈലബിൾ ആണ്. എല്ലാ ബീച്ചുകളിലും ഉണ്ട്. അപ്പൊ അവര് ചുമപ്പ് മഞ്ഞ അങ്ങനെ കടലിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് കൊടികൾ വെക്കും. ഇവിടെ ഇപ്പൊ ചുമന്ന കൊടിയാണ് വെച്ചിരിക്കുന്നത്. ചുമന്ന കൊടി വെച്ചെന്ന് പറഞ്ഞാൽ കടൽ ഡേഞ്ചറസ് ആണ്, കടലിലോട്ട് അധികം ഇറങ്ങരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ആളുകൾ ഇറങ്ങും, പക്ഷെ അതിനൊരു പരിധി വെക്കും. അവർ അധികം ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കില്ല. ദേ ആർ ഓൾവേസ് കോൺഷ്യസ് ഓൺ us. അപ്പൊ നിങ്ങൾ വളരെ ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഗോവ എൻജോയ് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സൗത്ത് ഗോവയിലുള്ള പാലോളം ബീച്ചിനടുത്തുള്ള അഗോണ്ട ബീച്ചസ് മാത്രം സന്ദർശിക്കുക. അവിടുത്തെ ഏതെങ്കിലും ബീച്ച് ഹട്ട് ബുക്ക് ചെയ്യുക, പോവുക ആൻഡ് എൻജോയ് യുവർ ട്രിപ്പ് ടു ഗോവ. ഇറ്റ്സ് ഇൻ സൗത്ത് ഗോവ. പാർട്ടി സ്പേസ് അല്ല, ധാരാളം ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് അല്ല. അത് ആ കാര്യം മറക്കരുത്. ആൻഡ് നമ്മുടെ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, അഗോണ്ട ബീച്ചിന്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ടെക് ട്രാവൽ ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.